നമ്മുടെ ഡ്രസ് കളക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഒരു ഡെനീം ആൻഡ് വൈറ്റ് ഡ്രസ്സസ് മസ്റ്റ് ആണല്ലേ. അധികം പേരുടെ കയ്യിലും ഉള്ള ഒരു കളറാണ്, ഒരു കളർ കോമ്പിനേഷനാണ്. വൺ ഓഫ് ദി ബെസ്റ്റ്, ഒരു റിച്ച് ആൻഡ് എക്സ്പെൻസീവ്, ഒരു ക്ലാസി ലുക്ക് നൽകുന്ന ഒരു കളറാണ്. സോ ഒരു വൈറ്റ് ടോപ്പ് ആൻഡ് ഒരു ബ്ലൂ കളർ ജീൻസിൻ്റെ കൂടെ നമുക്ക് ഏറ്റവും മാച്ചിങ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഹിജാബ് ഷെയ്ഡ് ഏതാണ്, ഹിജാബ് കളർ ഏതാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലുലു ഹിജാബ്സ് ആൻഡ് ക്ലോത്ത്സ്. ഒരു ഫോർമൽ ലുക്കിലേക്കൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ്. എനിക്ക് ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സ് തന്നെയാണ് ഈ വൈറ്റ് ആൻഡ് ഡെനിം പെയർ എന്ന് പറയുന്നത്. അതിലേക്ക് പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ഹിജാബ് ഷെയ്ഡ് ഏതാണെന്ന് പലർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരുപാട് കളേഴ്സ് ട്രൈ ചെയ്തിട്ടുള്ളൊരു പിക്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് റെഫർ ചെയ്തു ഏത് കളറാണ് ഏറ്റവും കൂടുതൽ ചേരുന്നതെന്ന് എൻ്റെ ഡ്രസ്സൊക്കെ വെച്ച് നോക്കി. അപ്പോൾ ഞാൻ ആദ്യം ബ്ലാക്ക് ചൂസ് ചെയ്തു. ബ്ലാക്ക് ഒരു നല്ല കോമ്പിനേഷനാണ്, പക്ഷെ എല്ലായ്പ്പോഴും ബ്ലാക്ക് നന്നായിട്ട് ചേരുന്നില്ല. അപ്പോൾ ഞാൻ ബ്ലാക്കിനേക്കാളും ഒന്നുകൂടി നല്ലത് നോക്കി. അങ്ങനെ ഞാൻ നോക്കിയൊരു കളറാണ് വൈറ്റ്. കാരണം വൈറ്റ് ഓൾറെഡി ഇതിലുണ്ടല്ലോ. അപ്പോൾ ഞാൻ വൈറ്റ് നോക്കിയ സമയത്ത് വൈറ്റ് ചേരുന്നുണ്ടെങ്കിൽ കൂടിയും എല്ലാ ടൈപ്പ് സ്കിൻ ടോണിനും മേ ബി വൈറ്റ് ചേരണമെന്നില്ല. അപ്പോൾ ഞാൻ വേറൊരു കളർ നോക്കി. അങ്ങനെ നമ്മളെ ഈ ഡെനിം ജീൻസിൻ്റെ കളർ തന്നെ ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. കാരണം എപ്പോഴും നമ്മളൊരു ഔട്ട്ഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഹിജാബ് എടുക്കുമ്പോൾ ഒന്നെങ്കിൽ ആ ടോപ്പിൻ്റെ കളർ എടുക്കാം, അല്ലെങ്കിൽ പാൻസിൻ്റെ കളർ ചൂസ് ചെയ്യാം. അപ്പോൾ ആ ഒരു രീതിയിൽ ഡെനിമിൻ്റെ കളർ ഞാനൊന്നിങ്ങനെ ചെക്ക് ചെയ്തു. അപ്പോഴും എനിക്കൊരു അത്ര ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു മാച്ചിങ് തോന്നിയില്ല. ഒരു ടൈപ്പ് ഓഫ് ബ്ലൂ ആൻഡ് ആഷ് കളറല്ലേ ഡെനിമിൻ്റെ കളർ വരുന്നത്. ബ്ലൂവും ആഷ് കളറും കൂടി മിക്സ് ചെയ്തൊരു കളറാണ്. സോ ഞാൻ അതിൽ നിന്നും വിട്ടു. പിന്നെ ഒരുപാട് ഡിഫറെൻറ്റ് കളേഴ്സ് ഞാനിങ്ങനെ ചെക്ക് ചെയ്തു. അപ്പോൾ അതിൽ മെറൂൺ ഉണ്ട്, ബീച്ച് ഉണ്ട്, കോഫി ഷെയ്ഡ് ഉണ്ട്, കാരമൽ ആൻഡ് എല്ലാ കളറും ചെക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഫൈനലി എനിക്ക് കിട്ടിയിട്ടുള്ളൊരു മാച്ചിങ് ഷെയ്ഡാണ് മൗവേ ഷെയ്ഡ് എന്ന് പറയുന്നത്. ഇതൊരു ഗ്രേഡിയൻ പിങ്കാണ്, അല്ലെങ്കിൽ ഒരു പർപ്പിളിൻ്റെയും പിങ്കിൻ്റെയും ഇടയിൽ വരുന്നൊരു കളറാണ് മൗവേ ഷെയ്ഡ്. അപ്പോൾ ആ ഒരു കളറ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടമാവും. സോ ഇതാണ് എക്സാക്റ്റ് ഒരു കളർ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഇതാണ് വൈറ്റിലേക്കും ഡെനിമിലേക്കും പെർഫെക്റ്റ് മാച്ചിങ് ആയിട്ടുള്ളൊരു ഹിജാബ് ഷെയ്ഡ് എന്ന് പറയുന്നത്. സോ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ ഇമേജിൽ കാണുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള കളേഴ്സിനേക്കാളൊക്കെ ഒരു മാച്ചിങ് തോന്നുന്നുണ്ടാവും. പക്ഷെ നേരിട്ട് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും അത് ക്ലിയർ ആവും. അപ്പോൾ ഞാൻ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ടാണ് എനിക്ക് ഈ ഒരു ഷെയ്ഡ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇതെൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. സോ ഈ ഒരു ഷെയ്ഡ്സ് ഒന്നും അധികം മാച്ചിങ് അല്ല. അപ്പോൾ ഇതിനേക്കാളൊക്കെ മൗവേ ഷെയ്ഡ് എങ്ങനെയാണ് സൂപ്പറായിട്ട് മാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഇതാണ് മൗവേ ഷെയ്ഡ് ആക്ച്വൽ കളർ. ഇത് വെച്ചിട്ടുള്ള പിക്സ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. വൈറ്റ് ആൻഡ് ഡെനിം ഡ്രസ്സസിലേക്ക് മാക്സിമം ഈ ഷെയ്ഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ ഓരോ കളറിനും ഓരോ പേരുകളാണ്. അപ്പം നിങ്ങൾ കളർ നോക്കി മാത്രം സെലക്ട് ചെയ്യുക, പേര് നോക്കി സെലക്ട് ചെയ്യരുത്. കാരണം പ്ലാറ്റ്ഫോം ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ വേറെ വേറെ പേരുകളാണ്. അപ്പോൾ പേര് നോക്കുമ്പോൾ നമുക്ക് മാറിപ്പോവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.